വഴി തെറ്റിച്ച വിഷ്ണുലാൽ സ്റ്റാർട്ട് ബോളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വേദിയിലും സദസ്സിലിരിക്കുന്ന ഏറെ ബഹുമാനിയെ സ്നേഹമുള്ളവരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടെ തുടങ്ങാൻ പറ്റില്ല, ഏറെ വിഷമത്തോടു കൂടി മാത്രമേ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് തുടങ്ങാൻ പറ്റൂ. നമ്മൾ ഏതാണ്ട് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണം. എനിക്ക് രണ്ട് കാര്യം മാത്രമാണ് സംസാരിക്കാനുള്ളത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും കിരണിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറക്കുന്നവരാണ്. പക്ഷേ കിരണിന്റെ ഈ വിയോഗം നമ്മൾ പെട്ടെന്ന് മറന്നു പോവാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനായിരിക്കണം നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. ആദ്യമായി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ സൈക്കിളും എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൈക്കിൾ ചവിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒട്ടുമിക്കവാറും പേര് സൈക്കിൾ ചവിട്ടുന്നത് നല്ലൊരു ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും. ഹെൽത്ത് ഒരു പ്രൈം ഇതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമതുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരിക്കും. ഈ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നവരും ഈ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നവരുമാണ് പിന്നെ പതുക്കെ ഒരു സ്പീഡ് ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയിലോട്ട് മാറി സൈക്കിളിന്റെ വേറെ തലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ പ്രൈമറി കൺസിഡറേഷൻ നമ്മൾ മറന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞൊരു സാധനം തലയ്ക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്ന പല പരിപാടികളും അതർവൈസ് നമ്മൾ ചെയ്യാത്ത പരിപാടികളാണ്. എനിക്കിപ്പോഴും ഞാനൊരു റോഡ് ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട ആളാണ്. ഞാൻ മരിച്ചു പോകേണ്ട ആളായിരുന്നു. ഒരു ആരുടെ ഭാഗ്യം കൊണ്ട് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരിക്കലും ഒരു നോർമൽ കോഴ്സിൽ ഞാൻ സൈക്കിൾ ചവിട്ടുമ്പോൾ ഞാൻ ചെയ്യാത്തൊരു പരിപാടി ഈ സ്പീഡ് തലയ്ക്ക് കയറിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെയും ഒരു KSRTC ബസ്സിൻ്റെ ഇടയിൽ ഞാൻ പെടേണ്ടതായിരുന്നു. ഐ വുഡ് ഹാവ് ബീൻ നോ മോർ. ഒരു അബ്സല്യൂട്ട് ബ്രൂട്ടൽ ഇൻസിഡന്റ് ഉണ്ടാവേണ്ട ആളാണ്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ആരുടെയോ പ്രാർത്ഥന കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട ആളാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ രാവിലെ സൈക്കിൾ എടുത്ത് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ തലയിൽ ഉണ്ടാവേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് സൈക്കിൾ ചവിട്ടുന്നു എന്നുള്ളത് ഇതായിരിക്കും. ആരോഗ്യത്തിന് വേണ്ടി ചവിട്ടുന്നെങ്കിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ. നമ്മളെന്നും കൺസിസ്റ്റന്റ് ആയിട്ടൊരു ദൂരം ചവിട്ടുക. നമ്മൾ സ്കെയിലപ്പ് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം വേണ്ടെന്നല്ല, പക്ഷെ അപ്പോഴും ഈ സാധനം വിട്ടുപോരുന്നു. ഇനി രണ്ടാമതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ റോഡ് എന്ന് പറയുന്നത് ഒരിക്കലും സൈക്ലിസ്റ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. നമ്മുടെ റോഡ് സത്യം പറഞ്ഞ ഒരു ഒബ്സ്റ്റക്കിൾ കോഴ്സാണ്. അപ്പൊ ഈ റോഡിൽ സൈക്കിൾ ചവിട്ടണമെന്നുണ്ട് എങ്കിൽ നമുക്ക് വേണ്ടത് സ്കിൽസാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ടെന്നീസ് ബോളൊക്കെ പലരുടെയും തലയിലൂടെ ഓടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സാധനം? നമുക്കൊരു കാര്യം നോക്കാം. ഞാനിപ്പോൾ ആദ്യം നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ അടുക്കളയിൽ കയറുന്നവർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ രണ്ട് സംഭവം പറയാം. തമ്മിലുണ്ടെങ്കിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു ചട്ടുകം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൈ ഒന്നറിയാതെ ചൂടായ ഈ പാനിന്റെ തട്ടാണ്. നമ്മൾ എന്താ ഇമ്മീഡിയറ്റ്ലി ചെയ്യുക? വലിച്ചെടുക്കും അല്ലേ? ഇത് ഫസ്റ്റ് സിനാരിയോ. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. പെട്ടെന്ന് നമ്മളൊരു പട്ടി എടുത്ത് കുറുകെ ചാടാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബ്രേക്ക് പിടിക്കും, വെട്ടിക്കും, മാറ്റും. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾ കാണുന്നു? ഡോക്ടേഴ്സ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഒന്ന് റിഫ്ലക്സ് ആണ്, ഒന്ന് റിയാക്ഷൻ ആണ്. ഇതിൽ ഏതാണ് റിഫ്ലക്സ്, ഏതാണ് റിയാക്ഷൻ? ആദ്യത്തെ റിഫ്ലക്സ് ആണ്, രണ്ടാമത്തെ റിയാക്ഷൻ ആണ്. ഇത് തമ്മിലൊരു ഇതിന്റെ മെഡിക്കലി ഇതിന്റെ ബയോളജിക്കലി പറയുകയാണെങ്കിൽ രണ്ട് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. റിഫ്ലക്സ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ബോഡി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്. അത് സ്പൈനിൽ നിന്നാണ് ഉണ്ടാവുന്നത് റിഫ്ലക്സസ്. ഈ റിയാക്ഷൻ ഉണ്ടാവുന്നത് ബ്രെയിനിൽ നിന്നാണ്. അതായത് ഞാനൊരു പട്ടി വരുന്നത് കണ്ടു. അപ്പൊ എനിക്ക് ആദ്യം എന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടു. ഈ കണ്ണ് എന്റെ ബ്രെയിനിനെ ഇത് അറിയിച്ചു. ബ്രെയിൻ സ്പൈനോട് പറയാണ് പട്ടി വന്നു. അപ്പൊ ആദ്യം ബ്രെയിൻ ഒരു ഡിസിഷൻ എടുക്കും. കൊണ്ടിടിക്കണോ, ബ്രേക്ക് പിടിക്കണോ, ഒഴിഞ്ഞു പോകണോ? ഓക്കെ, ഒഴിഞ്ഞു പോകാമെന്നൊരു ബ്രെയിൻ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസിഷൻ ഇത് സ്പൈനെ അറിയിക്കും. സ്പൈനാണ് നമ്മളെ കൊണ്ട് ചെയ്യുന്നത്, കൈ മാറ്റി വിടുന്നത്. ഈ റിഫ്ലക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ എടുക്കുന്നത് അടുത്ത് നിൽക്കുന്നവന്റെ മുഖത്തായിരിക്കും കൈയെന്ന് അടിക്കുന്നത്. അവിടെ വേറെ തോട്ടൊന്നുമില്ല. അതൊരു വളരെ അബ്രപ്റ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ്. നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് റിയാക്ഷനാണ്. അതായത് നമ്മുടെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം നല്ലൊരു സ്കിൽഫുൾ റൈഡർ ആയിരിക്കും നമ്മൾ. അപ്പൊ നമുക്ക് റിയാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരാമോ?
ബാക്കിന്ന് ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വാ വാ വരാമോ? വാ പെടലർ വാ 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 പെഡലർ ബ്രോക്ക് റിയാക്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകും. ഇതൊരു ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ടെസ്റ്റാണ്. ഇത് നമ്മുടെ കുട്ടികളുടെ സ്കെയിലാണ്, റൂളർ എന്ന് പറയുന്ന സാധനമാണ്. ഇത് റൂളർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നാണ് ഇത് പറയുക. ബ്രോ എന്താ ചെയ്യണമെന്ന് അറിയോ? ബ്രോ ഇങ്ങനെ കൈ വയ്ക്കുക. ഓക്കെ, ഞാൻ ഇപ്പം ഇത് 0-യിലാണ് ഇരിക്കുന്നത് അല്ലേ? 0-യിൽ ഇരിക്കുകയാണ്. ഇത് 0-യിൽ ഇരിക്കുകയാണ്. ഞാൻ ഇത് വിടും, പക്ഷെ എപ്പോഴാണ് വിടുന്നത് ഞാൻ പറയില്ല. നിങ്ങൾ നോക്കി ഇവിടെ ഇത് പിടിക്കണം. റെഡിയല്ലേ? ഓക്കെ ആണല്ലോ. 0 ഇരിക്കുകയാണ്, പോയി. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ഞാൻ വീണ്ടും ഇത് 0-യിൽ വെക്കുകയാണ്, വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും വിടും. ഓക്കെ, ഇനിയും നോക്കാം. പെടലറേ പിടിച്ചു. ഇതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് പുള്ളി ഇപ്പോ 11-ലാണ് വെച്ച് പിടിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം ചെറുതായിട്ട് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ റിയാക്ഷൻ ടൈം കുറവായിരിക്കും, അത്രത്തോളം നമ്മൾ സ്കിൽഫുൾ ആവാൻ പറ്റും. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, റിയാക്ഷൻ ടൈമിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ റിയാക്ഷൻ ടൈം കൂടിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്കില്ല് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് റിയാക്ഷൻ ടൈം കൂടരുത്, കുറഞ്ഞിരിക്കണം. ഇനി ഈ റിയാക്ഷൻ ടൈമിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏജ് ആണ്. കാരണം ഒരു മിഡ് 20s ആവുമ്പോൾ ഇതൊന്ന് പീക്ക് ചെയ്യും. പിന്നെ ഓരോ വയസ്സ് കൂടുന്തോറും ഇത് കുറഞ്ഞു വരും. നമ്മുടെ റൈഡിങ് സ്പീഡ് ഇസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം അല്ലേ? നമ്മൾ എത്രത്തോളം സ്പീഡ് കൂടുന്നോ അത്രത്തോളം റിയാക്ഷൻ ടൈമിന് പ്രശ്നം വരും, അത്രത്തോളം നമ്മളൊരു റിസ്ക് എടുക്കുകയാണ്. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആൽക്കഹോൾ, ഡിസ്ട്രാക്ഷൻ, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഈ റിയാക്ഷൻ ടൈമിൽ ഒരു പ്രശ്നം വരും. പക്ഷേ ദി ഗുഡ് ന്യൂസ് ഇസ് ഈ റിയാക്ഷൻ ടൈം എന്ന് പറയുന്ന സാധനം നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ട്രെയിൻ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഇതൊരു സ്കില്ലായിട്ട് വളർത്തിയെടുക്കാം. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഞാൻ ഇതൊരു ചെറിയ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. സിമ്പിൾ സാധനമാണ് ബ്രോ, ഇതും കൂടെ എടുക്കാമല്ലോ. വേറൊരാളും കൂടെ പറഞ്ഞു കേട്ടോ, ഇദ്ദേഹത്തെ മാത്രം ഞാൻ ബുദ്ധിമുട്ടിച്ചതാവും. അല്ല, ഒന്നൊന്ന് നോക്കിയിട്ട് നോക്കാം. അപ്പം അടുത്ത ചാലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ഈ മൈക്ക് ഒന്ന് വെക്കുകയാണ്. ഇത് ചാലഞ്ച് വേറൊന്നുമല്ല ബ്രോ, നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് കൈ വയ്ക്കും, ഇങ്ങനെ കൈ വയ്ക്കും. ഓക്കെ, ഞാൻ ഒരു ബോൾ താഴെ, അത് താഴെ വീഴുന്നതിന് മുന്നേ പിടിക്കും. ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഞാൻ ഒരു ബോൾ താഴെ ഇടും, അത് എപ്പോൾ വേണം ഇടാം. അത് താഴെ ഇടുന്നതിന് മുന്നേ പിടിക്കും. പറ്റും, ആക്ച്വലി പറ്റും. ഒന്ന് പിടിച്ചില്ല. ഓക്കെ, അപ്പൊ നോക്കാം. ഇനി ഒന്നായിരിക്കണം. ഈ ഒരു വേറൊരാൾക്കും കൂടെ ആരാണ്? ഓൾ പോയിന്റ് ഇങ്ങനെയുള്ള എക്സസൈസസ് ചെയ്യാൻ കോഗ്നിറ്റീവ് ട്രെയിനിങ് ആണ്. ഇത് ബേസിക്കലി ബ്രെയിൻ എക്സസൈസസ് ആണ്. ഇത് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ റിയാക്ഷൻ ടൈം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് അത് മാത്രമേ നമ്മുടെ ഒരു ഒബ്സ്റ്റക്കിൾ കോഴ്സായ റോഡിൽ നമ്മളെ നല്ല റൈഡേഴ്സാക്കി മാറ്റാൻ സഹായിക്കുന്നു എന്നുള്ള ഒരു ചെറിയ സന്ദേശം തരാൻ വിചാരിച്ചാണ് വന്നത്. അപ്പോൾ വന്ന് സഹായിച്ച ഇത് കേട്ടോണ്ടിരുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചു. താങ്ക് യു ബ്രോ.